ഹലോ, എങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് പഠിച്ചാലോ? ഹലോ, നമസ്കാരം. നമുക്ക് വീഡിയോ മേക്കർ ആപ്പ് വഴി എങ്ങനെ വീഡിയോ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം വീഡിയോ മേക്കർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം വീഡിയോ മേക്കർ എന്നുള്ള ആപ്പ് നമ്മൾ എടുക്കുക. ആപ്പ് എടുക്കുന്ന സമയത്ത് അത് എല്ലോ കൊടുക്കണം. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് കാണും. ഈ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള വീഡിയോ, ഫോട്ടോ, ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. നമ്മളതിൽ ഫോട്ടോ എന്നുള്ളത് എടുക്കുക. ഫോട്ടോ എന്നിട്ട് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകളാണ് വരിക. അതിൽ നിന്ന് ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആ ഫോട്ടോ സെലക്ട് താഴെ കാണുന്ന ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ നമ്മളുടെ വീഡിയോ ഓർഡർ ആപ്പിൽ ലോഡായി. ഈ വീഡിയോ ഓർഡർ ആപ്പിൽ നമ്മൾ ലോഡായി കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ഞെക്കുക. നമ്മൾ വീണ്ടും ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തോന്നാണ് ഇതിൽ ഒരു ഫോട്ടോ വേണ്ട എന്ന് തോന്നാണ് എങ്കിൽ നമുക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം. ഇത് ഈ റെഡ് ലൈൻ എവിടെ നിൽക്കുന്നു അവിടെയാണ് ഫോട്ടോ ആഡ് ആവുക. നേരത്തെ ചെയ്തപ്പോൾ ഈ ഫോട്ടോ ഫസ്റ്റ് ആഡ് ചെയ്ത് സെക്കൻഡ് ഫോട്ടോ ചെയ്ത് ഇവിടെ വന്നു. അതിനുശേഷം ഞാൻ ഇത് ഇവിടേക്ക് വെച്ചതിന് ശേഷം ആഡ് ചെയ്യുകയാണ്, വേറൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ആ വേറൊരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ വീണ്ടും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് വന്ന് ഈ വര എവിടെയാണ് നിൽക്കുന്നത് അതനുസരിച്ചാണ് വീഡിയോ ഓർഡറിൽ ഫോട്ടോ വരിക. ഇനി നമുക്ക് ഒരു ഫോട്ടോ വേണ്ട എങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ തൊടുക. അതിനുശേഷം താഴെ വലതുവശത്ത് മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ഞെക്കുക. അതുപോലെ തന്നെ ഈ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ വീഡിയോ, ഇപ്പോൾ ഓൾറെഡി ഇതൊരു വീഡിയോ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ മുകളിലുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പ്ലേ ആവുന്നത് കാണാം. കണ്ടോ, ഇതാകെ 4 സെക്കൻഡുള്ള വീഡിയോ ആണ്. 4 സെക്കൻഡുള്ള വീഡിയോ കൊണ്ട് എനിക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനായിട്ട് ഞാൻ ഇതുമേ ടച്ച് ചെയ്യുന്നു. ഇതിന് ടച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരു ഏരോ മാർക്ക് കണ്ടോ. ഇതിൽ വലതുവശത്തുള്ള ഏരോ മാർക്കിൽ പിടിച്ച് ഞാൻ മെല്ലാനെ നീട്ടിക്കഴിഞ്ഞാൽ വീഡിയോ വലുപ്പം കൂടും. ഇപ്പോൾ ഏകദേശം 24 സെക്കൻഡിൽ വലുപ്പമായി. എനിക്ക് അത്ര വേണ്ടെങ്കിൽ നമ്മൾ അവിടെ തുടർന്നു നമ്മൾ ചെറുതാക്കുന്നു. കണ്ടോ, നമുക്ക് ചെറുതാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഫോട്ടോയുടെ വീഡിയോ സൈസ് കൂട്ടുന്നത്. ഇതിനുശേഷം എങ്ങനെയാണ് ഇതിന് നമുക്ക് ഓഡിയോ ആഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന താഴെ ആഡ് ഓഡിയോ കണ്ടോ, ഈ ആഡ് ഓഡിയോ നമ്മൾ ടച്ച് ചെയ്യുക. അതും ഈ റെഡ് ലൈൻ എവിടെയാണോ അത് അവിടെ നിന്നാണ് ഓഡിയോ റെക്കോർഡിംഗ് നടക്കുകയുള്ളൂ. നമ്മൾ ഈ അറ്റത്ത് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ആഡ് ഓഡിയോ ബട്ടൺ ഞെക്കുന്നു. ആഡ് ഓഡിയോ ബട്ടൺ ഞെക്കുന്ന സമയത്ത് താഴെ ഒരു റെക്കോർഡ്, വലതുവശത്ത് മൂലയ്ക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ റെക്കോർഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ആ റെഡിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ വോയിസ് എനിക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് കേട്ട് നോക്കാം. പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കേൾക്കാം. അതല്ല എനിക്ക് വോയിസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാം, റൈറ്റ് ബട്ടൺ ഞെക്കാം. ഇപ്പോൾ ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വോയിസ് ഡിലീറ്റ് ആവും. ടിക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വോയിസ് അതിൽ ആഡ് ആവും. ഇപ്പോൾ ആ വീഡിയോയിൽ എൻ്റെ വോയിസ് ആഡായി. അതിനുശേഷം എനിക്ക് ഈ വോയിസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. മുകളിൽ വലതുവശത്ത് കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ ഞാനിതിൽ ഡൗൺലോഡ് ചെയ്യുന്നില്ല. എനിക്കിതിൽ എൻ്റെ ശബ്ദമല്ല വേറൊരു പാട്ടാണ് ആഡ് ചെയ്യേണ്ടത്. എൻ്റെ ഫോണിലുള്ള ഒരു പാട്ടാണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ പാട്ട് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ആ പാട്ട് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും എനിക്ക് വേറൊരു ഓഡിയോ പോലെ എനിക്ക് റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ലോക്കൽ എടുത്തു. ലോക്കൽ എന്നുള്ള ഓപ്ഷൻ എടുത്തപ്പോൾ നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് പോയി ഞാൻ അതിൽ നിന്നൊരു പാട്ട് സെലക്ട് ചെയ്തു. ആ പാട്ട് സെലക്ട് ചെയ്യാൻ യൂസ് ബട്ടൺ കൊടുത്തു. യൂസ് ബട്ടൺ കൊടുത്തപ്പോൾ കണ്ടോ ലൈൻ എവിടെയാണ് നിൽക്കുന്നുണ്ടായി, ഈ അറ്റത്തല്ല നിൽക്കുന്നുണ്ടായി, ലൈൻ എവിടെ നിൽക്കുന്നുണ്ടായി. അത് കാരണം താഴെയുള്ള പാട്ട് ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് ആ പാട്ട് ഡിലീറ്റ് ചെയ്യണം, കാരണം തുടക്കം തുടങ്ങി വേണം. ഞാൻ വീണ്ടും പാട്ടിൽ സെലക്ട് ചെയ്തു. ആ പാട്ടിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് ബട്ടൺ വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം റെഡ് ലൈൻ ഇവിടെ വെച്ചു. അപ്പോൾ ഫോണിലുള്ള ഒരു പാട്ടോ ഓഡിയോ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോക്കൽ എന്നുള്ളത് ഞെക്കുക. ലോക്കൽ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഓഡിയോ വരും. അതിൽ നിന്ന് നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുക. അതിന് താഴെ യൂസ് എന്നുള്ള ബട്ടൺ ഞെക്കുക. ഈ യൂസ് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിയുന്ന സമയത്ത് നമുക്കിത് 2 ഓഡിയോ വന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ, പിന്നീട് ഞാൻ ആഡ് ചെയ്ത പാട്ട്. ഇതെനിക്ക് വേണമെങ്കിൽ കേട്ട് നോക്കാം. ഹലോ, നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ കേട്ട സമയത്ത് എനിക്ക് പാട്ടിൻ്റെ ശബ്ദം കൂടുതലാണ്. അപ്പോൾ ഞാൻ പാട്ടിനെ സെലക്ട് ചെയ്ത് ഇവിടെ സ്പീക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ട. ഈ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഞാൻ എടുത്ത് അതിനുശേഷം മെല്ലെ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അങ്ങനെ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ടിക്ക് ഞെക്കിയാലാണ് അത് സെറ്റ് ആവുള്ളൂ, അതിലേക്ക് ആഡ് ആവുള്ളൂ. ഇപ്പോൾ ടിക്ക് ഞെക്കി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കാണുന്ന ഏരോ ബട്ടൺ ഞെക്കുക. അടുത്ത താഴെ സേവ് കാണും. സേവ് ഞെക്കി കഴിഞ്ഞാൽ ഓൾറെഡി അത് ഡൗൺലോഡായി മാറും. അതിൽ ഒരു പരസ്യം വരും. ആ പരസ്യം വരികയാണെങ്കിൽ നമ്മൾ പരസ്യം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് വീഡിയോ ഓർഡർ ഇമേജ് വെച്ച് ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാനും പാട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ആഡ് ചെയ്യാനുമായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്
ഇതിൽ എത്ര ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, അതിനുശേഷം നമ്മൾ ഇത് വീഡിയോ ആണ്, ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇത് സെലക്ട് ചെയ്യുക. 1 2 3 ഇങ്ങനെ 3 4 5 6 എത്ര ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്കിനി ഈ ഫോട്ടോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടി എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കുക. ടി ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് വരും. ഹായ്, ഐ ആം ബൈജു വൈദ്യക്കാരൻ. നമ്മൾ അതിനുശേഷം നമ്മൾ ടിക്ക് ബട്ടൺ ഞെക്കി. ഈ ടിക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് 2 ലൈനായിട്ടാണ് വരുന്നത്. ഹായ്, ഐ ആം ബൈജു വൈദ്യക്കാരൻ. എനിക്ക് ഒറ്റ ലൈനാക്കണമെങ്കിൽ ഇതിൻ്റെ ലൈൻ കൂട്ടാനായിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ വലിപ്പം കുറയ്ക്കാൻ, സൈസ് മാറ്റാനായിട്ട് സാധിക്കും. ഇത് ഞെക്കി കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസ് ഇപ്പോൾ ഇത് ചെറിയ നമ്മുടെ ഫ്രെയിമിൽ വരുന്നത് 2 ലൈനായിട്ടാണ് വരുന്നത്. ഇനി മുകളിൽ കാണുന്ന ഈ മഞ്ഞ വരയുണ്ടല്ലോ, ഈ മഞ്ഞ വര ഉള്ളിടത്ത് മാത്രമാണ് നമ്മളുടെ പേര് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പേര് മഞ്ഞ വര ഉള്ളിടത്ത് മതി. കാരണം ഇത് ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. എൻ്റെ മകനാണ്. അതിനുശേഷം നമുക്ക് ആ ഫോട്ടോയിൽ ഐ ആം ബൈജു വൈദ്യക്കാരൻ കണ്ടു, അത് വന്ന് കണ്ടു. ഇതിൻ്റെ കളർ മാറ്റാനായിട്ട് നമ്മളിത് ഈ ലെറ്ററിൽ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന കളർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ടിക്ക് ബട്ടൺ ഞെക്കിയാലാണ് ആ കളർ നമുക്ക് അവിടെ ആവുകയുള്ളൂ. അങ്ങനെ കളർ മാറ്റുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയെ എങ്ങനെ വീഡിയോ ആക്കാൻ മാറ്റാമെന്നും, അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ പല ഫോട്ടോകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നും, ഒരു വീഡിയോയുടെ ലെങ്ത് എങ്ങനെ കൂട്ടാമെന്നും, ആ വീഡിയോയിൽ നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ളൊരു പാട്ടാണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമുക്ക് ആ ഫോട്ടോയിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോ നമുക്കിതിൽ ആഡ് ചെയ്യാമെന്നാണ്. നമുക്ക് വീഡിയോ ഓർഡറിൽ എങ്ങനെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ വീഡിയോ വരും. അതിൽ ഫസ്റ്റ് കാണുന്ന വീഡിയോ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഏരോ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ആ വീഡിയോ നമ്മൾ വീഡിയോ ഓർഡറിൻ്റെ വീഡിയോ സെക്ഷനിലേക്ക് പോയി. ഈ വീഡിയോ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഇതിലുള്ള ഓൾറെഡി ഒരു വോയിസ് ഉണ്ടായിരിക്കും. ഈ വോയിസ് മാറ്റി വേറെ വോയിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇമേജിൽ ആ വീഡിയോയിൽ തൊടുക. വീഡിയോയിൽ തൊടുന്ന സമയത്ത് താഴെ വോളിയം എന്നുള്ള ബട്ടൺ കാണാം. ആ വോളിയം എന്നുള്ള ബട്ടണിൽ തൊടുമ്പോൾ നമുക്ക് വോളിയം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. വോളിയം ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ വോയിസിൻ്റെ വീഡിയോയ്ക്ക് വോളിയം ഇല്ലാതെയാവും. അതിനുശേഷം നമ്മൾ ആഡ് ഓഡിയോ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം വോയിസും, ലോക്കൽ എന്നുള്ള ഡിസ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോണിലുള്ള ഒരു പാട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ വീഡിയോയെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ, അപ്പോൾ അത് വീഡിയോ എങ്ങനെയാണ് പാട്ട് അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ ഓഡിയോ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ വീഡിയോയെ ക്രോപ്പ് ചെയ്യണം. വീഡിയോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. സ്പ്ലിറ്റ് നമ്മൾ ഞെക്കാം. അതാണ് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനുള്ള മാർഗം. നമ്മൾ ഇപ്പോൾ ഇത് 1 മിനിറ്റ് 55 സെക്കൻഡുമുള്ള ഒരു സിംഗിൾ വീഡിയോ ആണ്. ഇതിന് ഞാൻ 2 3 4 വീഡിയോയ്ക്ക് എനിക്ക് മാറ്റാം. എനിക്ക് ആവശ്യമില്ലാത്ത ഭാഗത്ത് കട്ട് ചെയ്യാൻ ഞാനിത് പ്ലേ ചെയ്ത് ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇവിടെ വരെ മതിയെങ്കിൽ ഞാൻ ഉടനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അത് വേറൊരു വീഡിയോയും മാറി. വീണ്ടും പ്ലേ ചെയ്യുകയാണ്. എനിക്ക് എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കുകയാണ്. അതിനുശേഷം ഞാൻ അവിടെ പോസ് ചെയ്തു. അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. എനിക്ക് എവിടെയാണ് വീഡിയോ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ശേഷം ഞാൻ സ്പ്ലിറ്റ് ബട്ടൺ വരുന്ന സമയത്ത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട സ്ഥലം വരുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം 4 വീഡിയോ ആയിട്ടുണ്ട്. കണ്ടോ, ഈ ചെറിയൊരു ഇതൊരു 3 എത്ര സെക്കൻഡിൻ്റെ വീഡിയോ, 3 സെക്കൻഡിൻ്റെ വീഡിയോ, 4 സെക്കൻഡിൻ്റെ വീഡിയോ, അടുത്തത് വരുന്നത് വീണ്ടും ഒരു 4 സെക്കൻഡ്, അങ്ങനെ പല വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ നടുക്കുള്ള വീഡിയോ എനിക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്ത് കണ്ടു, അവിടെ മാത്രം സെലക്ട് ചെയ്ത് കണ്ടു. എനിക്ക് ഇതിൻ്റെ ഈ വീഡിയോയിൽ നീളം വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, താഴെ ഇവിടെ ഡെലിറ്റ് ബട്ടൺ ഉണ്ട്. ആ ഡെലിറ്റ് ബട്ടൺ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ നിന്ന് പോയി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമില്ലാതെ തന്നെ ഡെലിറ്റ് ചെയ്ത് കളയുക. സ്പ്ലിറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ ഡെലിറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോയെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരു ഫോട്ടോ, നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ നമ്മളെങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആ ഫോട്ടോയുടെ ലെങ്ത്ത് കൂട്ടാനായിട്ട് ആ ഫോട്ടോയിൽ തൊടുക. ആ ഫോട്ടോയിൽ തൊടുന്ന സമയത്ത് അത് 2 സൈഡിലുള്ള ഏരോ മാർക്ക് കാണും. ആ വലതുവശത്തുള്ള ഏരോ മാർക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോയുടെ ലെങ്ത്ത് കൂടും. അതിനുശേഷം നമുക്ക് നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന മൈക്ക് ബട്ടൺ, അതായത് റെക്കോർഡർ എന്നുള്ള ബട്ടൺ ഞെക്കിയതിന് ശേഷം ചുവന്ന
ബട്ടൺ ഞെക്കി നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ആ കേട്ട റെക്കോർഡ് നമുക്ക് ചെയ്ത റെക്കോർഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഞെക്കി ഡിലീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ടിക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് അതിലേക്ക് സേവ് ആകും. അതിൽ തന്നെ ലോക്കൽ എന്നുള്ള ഒരു ഭാഗമുണ്ട്. ആ ഓഡിയോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. ആ ലോക്കലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പാട്ടുകൾ നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കാനും സാധിക്കും. ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. അതാണ് നമ്മൾ അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. അതാണ് ഇമേജിൽ. ആ ഇമേജിൽ തന്നെ 1, 2, 3 എത്ര ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം നമ്മൾ ആ ചുവന്ന ഏരോ ബട്ടൺ ഞെക്കി കഴിഞ്ഞാലാണ് നമ്മളുടെ വീഡിയോയുടെ വീഡിയോയിലേക്ക് അത് മാറുകയുള്ളൂ. ഇതാണ് ഇമേജിനെ നമുക്കൊരു വീഡിയോയ്ക്ക് മാറ്റാനുള്ളത്. ഇനി വീഡിയോ മാറ്റുവാനായിട്ട് ആദ്യം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ വീഡിയോ നമ്മൾ കേട്ട് വീഡിയോയുടെ ശബ്ദം വേണ്ട എന്നുണ്ടെങ്കിൽ വീഡിയോ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു സ്പീക്കർ വോളിയം എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ വോളിയം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂട്ടുവാനും കുറയ്ക്കാനുള്ളത് നമുക്ക് കാണും. അതിനെ കുറയ്ക്കുക. വോളിയം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. വോളിയം ഇല്ലാതാക്കണമെങ്കിൽ വോളിയം ഇല്ലാതാക്കാം. വോളിയം ഇല്ലാതാക്കിയതിന് ശേഷം ആ വീഡിയോ ഫുള്ള് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് അതിന് നമ്മളുടെ വോയിസ് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇമേജിൽ ചെയ്ത പോലെ തന്നെ റെക്കോർഡർ എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോക്കൽ എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള പാട്ട് ആ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ നമുക്ക് കിട്ടിയ വീഡിയോയുടെ പ്രസക്തമായ ഒരു ഭാഗം മാത്രം, നമുക്ക് 1 മിനിറ്റിൻ്റെ ഭാഗം മാത്രം മതി എങ്കിൽ നമുക്ക് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നു. ആ പ്ലേ ചെയ്ത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങിയാണ് നമുക്ക് സ്പ്ലിറ്റ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ബട്ടൺ താഴെ ആ റിബണിൽ കാണുന്ന സ്പ്ലിറ്റ് എന്നുള്ള ബട്ടൺ ഞെക്കുന്നു. അതിനുശേഷം വീണ്ടും പ്ലേ ചെയ്യുന്നു. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്ത് എത്തുന്നവരെ നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ വീഡിയോ 3 വീഡിയോയായി മാറി. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഭാഗങ്ങൾ ആക്കി വേണമെങ്കിലും നമുക്ക് ഈ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാനായി സാധിക്കും. ഈ വീഡിയോയുടെ ആദ്യത്തെയും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം കൂടിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിതിൽ ടെക്സ്റ്റ് ചെയ്യുന്നതും നമ്മൾ നേരത്തെ ഇമേജിൽ ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഞെക്കിയ പോലെ തന്നെ ടി ടച്ച് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യുക. ബൈജു വൈദ്യക്കാരൻ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാനത് കറക്റ്റ് ചെയ്യുകയാണ്. വൈദ്യക്കാരൻ വന്ന് നമ്മൾ സെലക്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് സെലക്ട് ആകും. നമുക്ക് വീഡിയോയുടെ എത്ര ലെങ്ത്ത് വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മഞ്ഞ വരയെ നീട്ടി നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡൗൺലോഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ സേവ് വരും. സേവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരസ്യം വരും. സേവ് ടച്ച് ചെയ്തൊരു പരസ്യം വരും. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഞെക്കി നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ വീഡിയോ നമുക്ക് മറ്റുള്ളവർക്ക് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.